ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു വീഡിയോ 12 ഇഞ്ചിൻ്റെ ഒരു സബ്വൂഫർ ബോക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആംബറാക്കും അതേപോലെ നമ്മുടെ അതിൻ്റെ ബനാന സോക്കറ്റും പിന്നെ ആ സബ്വൂഫറിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ എലിയും കാര്യങ്ങളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റും വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണത്. അതേപോലെ തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഒരുവിധം എല്ലാ ബോക്സിലും നമുക്ക് നെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. നമ്മൾ പണിയിപ്പിക്കുന്ന ബോക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞിട്ട് നമുക്ക് നെറ്റ് അവരെയും കൊണ്ട് വെപ്പിക്കാം. അപ്പോൾ നെറ്റ് വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വീട്ടിലും എലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മുടെ സബ്വൂഫർ കംപ്ലൈൻ്റ് ആക്കാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്നൊക്കെ പറയുന്നത് എലികളാണ്. അപ്പോൾ ഈ എലികളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നെറ്റ് വയ്ക്കേണ്ടത് എത്രയും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ സബ്വൂഫറിൻ്റെ ബോക്സിലൊക്കെ നമ്മൾ സാധാരണ രീതിയിലുള്ള നമ്മുടെ സ്പീക്കർ കണക്ടർ ഉണ്ടല്ലോ, ഒരു ലോക്കലായിട്ട് കിട്ടുന്ന ഒരു സ്പീക്കർ കണക്ടർ. അപ്പോൾ അത് കണക്ട് ചെയ്യുന്നതിനൊക്കെ എത്രയോ നല്ലത് നമ്മൾ ഇതേ രീതിയിലുള്ള ബനാന സോക്കറ്റ് ഉപയോഗിക്കുന്നതാണ്. കാരണം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സബ്വൂഫർ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പതർച്ച വരാൻ ചാൻസ് ഉള്ളത് ഇതേ രീതിയിലുള്ള, ഞാൻ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, ഇതേ രീതിയിലുള്ള നമ്മളൊരു കണക്ടറൊക്കെ ഉപയോഗിക്കുമ്പോഴാണ്. ആ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗമൊക്കെ കുറച്ച് വീക്കായിരിക്കും. അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ ഇതേ രീതിയിലുള്ള ബനാന സോക്കറ്റ് വാങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്വൂഫർ എത്ര രീതിയിൽ വർക്ക് ചെയ്ത് എത്ര പവറായിട്ട് വർക്ക് ചെയ്താലും നമുക്കൊരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ കണക്ഷനൊന്നും വിട്ടു പോരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇതേ രീതിയിലുള്ള ബനാന സോക്കറ്റ് ഉപയോഗിക്കാനുള്ളൊരു കാരണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേ രീതിയിലുള്ളൊരു നെറ്റാണ് നമ്മൾ നമ്മുടെ റോഡിൻ്റെ ഉള്ളിൽ നെറ്റായിട്ട് അടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ അടിക്കുന്നത്. ഇതേ രീതിയിലാണ് നമ്മുടെ നെറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യണത്. അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇത് നമ്മളിതിൽ ബോൾട്ട് അടിച്ച് വെക്കുകയാണ് ചെയ്യണത്. അത്യാവശ്യം ബലമൊക്കെ ഉണ്ട്, വല്ലാണ്ട് ബലമുള്ളതല്ല, അത് ഇരുമ്പിൻ്റെയാണ് സംഭവം വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ബലമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ പുറത്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് അരോചകമായിട്ടൊരു കാണാനൊരു ഭംഗിയില്ലാത്ത രീതിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഉള്ളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബോൾട്ട് ചെയ്തിട്ട് ഇത് നല്ല രീതിയിൽ വൃത്തിക്ക് പിടിപ്പിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ അത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേ രീതിയിലാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ സംഭവം ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സബ്വൂഫർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലുള്ള ബനാന സോക്കറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കളറായിട്ടുള്ള റെഡും ബ്ലാക്കും കിട്ടിയില്ല, 2 പച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൽക്കാലം ഒരെണ്ണത്തിൽ നമ്മളൊരു ഇൻസുലേഷൻ ടാപ്പ് അടിച്ചിട്ട് അത് മൈനസായിട്ടും മറ്റേത് നമ്മൾ പോസിറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബനാന സോക്കറ്റ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബനാന സോക്കറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് ആ ഒരു ബ്ലാക്ക് ക്ലോത്ത് ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം എന്നാലാണ് കൃത്യമായിട്ട് അത് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ലെങ്ത്ത് കുറച്ച് കമ്മിയായി കാരണമുണ്ടും ബോക്സിൻ്റെ ബോർഡിന് കുറച്ച് വിഡ്ത്ത് കൂടുതലുള്ളതുകൊണ്ടും അങ്ങോട്ട് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലോത്ത് ചെക്കർ റിമൂവ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ സബ്വൂഫറും ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് ഇത് ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ വയറ് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഒരെണ്ണം നമ്മൾ വലുത് പോസിറ്റീവും ചെറുത് നെഗറ്റീവായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കതിലേക്ക് ഊഫർ സെറ്റ് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. ഉള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഏകദേശം വൃത്തിയായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഊഫർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സബ്വൂഫർ എന്ന് പറയുന്നത്. ഉണ്ടോ, ഒരു 12 ഇഞ്ചിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള സബ്വൂഫറാണ്. അത്യാവശ്യം ബാസും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് നമ്മുടെ ബോക്സിൽ ഫിറ്റ് ചെയ്യാൻ പോണത്. നമ്മൾ സബ്വൂഫർ എപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് തന്നെ കണക്ട് ചെയ്യണം. അതാണ് നമുക്ക് നമ്മൾ ആ ഉദ്ദേശിച്ച പെർഫോമൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ
അടുത്തായിട്ട് നമ്മൾ ചെയ്യണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംബ്രാക്ക് സബ് വൂഫറിൻ്റെ ബോക്സിൻ്റെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം നമ്മൾ ആ റബ്ബർ ബുഷ് ഞാനിതിന് മുന്നേ ആംബ്രാക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ റബ്ബറിൻ്റെ ഒരു ബുഷ് ഉണ്ട്. ആ 4 ബുഷ് ഇട്ടതിന് ശേഷമാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ബൂഫർ ബോക്സിൻ്റെ നമ്മൾ ബാക്ക് സൈഡിലാണ് ഈ ആംബ്രാക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാകുമ്പോൾ നമ്മൾ സബ് വൂഫർ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആംപ്ലിഫയറും കാര്യങ്ങളൊന്നും കാണില്ല. അപ്പോൾ നല്ല രീതിയിൽ വൃത്തിക്ക് അതായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബുഷ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റബ്ബറിൻ്റെ ബുഷ്. കാരണം നമ്മൾ സബ് വൂഫറിൻ്റെ ബോക്സ് സബ് വൂഫർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റാക്കിലേക്ക് അധികം വൈബ്രേഷൻ കാര്യങ്ങൾ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിലുള്ള റബ്ബറിൻ്റെ ബുഷ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ പിടിപ്പിക്കണമെന്ന് ജസ്റ്റ് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതേ രീതിയിൽ വെക്കാനാണ് കേട്ടോ. ഇതേ രീതിയിൽ ഗ്യാപ്പ് ഉണ്ടാവും. ഞാൻ സ്ക്രൂ ഒക്കെ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മുകളിൽ പിടുത്തുണ്ടാവും. നമ്മൾ 3 ഇഞ്ചിൻ്റെ ബോൾട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം വൈബ്രേഷൻ കാര്യങ്ങളൊന്നും വരുന്ന സമയത്ത് ഇളകാനും കാര്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഉണ്ടോ? അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ആംബ്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ കേട്ടോ. അപ്പോൾ അതേ രീതിയിലാണ് നമ്മുടെ സബ് വൂഫറിൽ നമ്മൾ ആംബ്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഒരു ആക്റ്റീവ് സബ് വൂഫറായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ സബ് വൂഫർ. അപ്പോൾ അതേ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആംബ്രാക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റീരിയോ അങ്ങനെ നമ്മൾ വെച്ചിട്ടുമുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അല്ലേ, ഈ സൈഡ് നോക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ്. നമുക്ക് കൂടുവയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്പീക്കേഴ്സ് 2 സൈഡിലും നമ്മൾ സ്പീക്കർ വയ്ക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് നമ്മളൊരു പ്രൊജക്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണിപ്പോൾ മെയിനായിട്ട് നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് കാരണം. ചെറിയൊരു മിനി തിയേറ്റർ പോലെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരോ വീഡിയോകളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.